ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലായി മത്സരിക്കുമ്പോൾ അന്ന് നമ്മുടെ DCCയുടെ ഒരു പഴയ ജീപ്പുണ്ട്, ഒരു DD03, രാജീവ് ഗാന്ധി കൊടുത്ത ഒരു ജീപ്പാണ്. 20 ജീപ്പ് വന്നിട്ട് ഒരു ജീപ്പ് വയനാട് DCC വന്നു. അന്ന് ആ ജീപ്പിനകത്ത് അപ്പൻചേട്ടൻ ആ മത്സരം നടക്കുന്ന സമയത്ത് ആ ക്യാമ്പസിനകത്ത് വന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാ കാലത്തും എൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ അപ്പൻചേട്ടൻ്റെ പിന്തുണയും സഹായവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. ഞാൻ അപ്പൻചേട്ടനെ ആദ്യമായിട്ട് കാണുന്ന 1984-ലാണ്. 1984 അപ്പൻചേട്ടൻ അന്ന് DCC മെമ്പറാണ്, എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അന്ന് വയനാടിൻ്റെ കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ റാലി, ഇന്നത്തെ നമ്മുടെ BOT ബസ് സ്റ്റാൻഡ് ഇരിക്കുന്ന കൽപ്പറ്റയിലെ BOT ബസ് സ്റ്റാൻഡ് നടക്കുന്ന മൈതാനത്ത് നടന്ന ഒരു റാലി ആയിരുന്നു വയനാട് ജില്ലയുടെ ചരിത്രത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ റാലി. അന്ന് നമ്മുടെ പഴയ INTC ഓഫീസിൻ്റെ മുകളിലായിരുന്നു അന്ന് സ്വാഗത സംഘ ഓഫീസ്. അന്ന് ആ വലിയ റാലി സംഘടിപ്പിക്കുന്നതിൽ അപ്പൻചേട്ടനായിരുന്നു അതിൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ കൺവീനർ അപ്പൻചേട്ടനായിരുന്നു. ഞാൻ അന്നാണ് അപ്പൻചേട്ടനെ ആദ്യമായിട്ട് കണ്ടത്. 1984, 4 പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ KSUവിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ എനിക്ക് എല്ലാ പിന്തുണയും സഹായവും അദ്ദേഹം തന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഞാൻ സെൻറ്റ് മേരീസ് കോളേജിൽ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ MAക്ക് പഠിക്കുമ്പോൾ ഞാൻ KSUവിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ്. ആ ജില്ലാ പ്രസിഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലായി മത്സരിക്കുമ്പോൾ അന്ന് നമ്മുടെ DCCയുടെ ഒരു പഴയ ജീപ്പുണ്ട്, ഒരു DD03, രാജീവ് ഗാന്ധി കൊടുത്ത ഒരു ജീപ്പാണ്. 20 ജീപ്പ് വന്നിട്ട് ഒരു ജീപ്പ് വയനാട് DCC വന്നു. അന്ന് ആ ജീപ്പിനകത്ത് അപ്പൻചേട്ടൻ ആ മത്സരം നടക്കുന്ന സമയത്ത് ആ ക്യാമ്പസിനകത്ത് വന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാ കാലത്തും എൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ അപ്പൻചേട്ടൻ്റെ പിന്തുണയും സഹായവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. പുതിയ ആൾ വന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ആളാണ്, സജീവമായിട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിലൊക്കെ ഇടപെടുന്ന ആളാണ്, നേരത്തെ ചെറുപ്പനാണ്. എന്താണ് ഒരു ഉപദേശം കൊടുക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോ? അദ്ദേഹത്തിന് നല്ല അറിവും പാരമ്പര്യവും പഴക്കവും ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച അങ്ങനെയൊക്കെ ഉണ്ട്. അത് ഞാൻ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. അതിലപ്പുറം വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അദ്ദേഹം ചോദിച്ചാൽ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും എൻ്റെ പിന്തുണ ഉണ്ടാവും. പോരെ, എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും പിന്തുണ, സംശയമൊന്നും വേണ്ട കാര്യത്തിൽ. പ്രസിഡന്റ്, ഇപ്പോൾ പാർട്ടിയിലെ സംഘടനയിലെ പ്രശ്നങ്ങളൊക്കെ ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ DCC ജനറൽ ബോഡി യോഗം ഇന്ന് ചേരുന്നുണ്ട്? അല്ല, ഞങ്ങൾ സംഘടനയുടെ പ്രശ്നങ്ങളെന്ന് പറയാൻ ഒന്നുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഒരു ഇന്റേണൽ മാറ്റർ, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മീഡിയ എക്സ്പോഷർ തരില്ലല്ലോ. ഞങ്ങൾ പാർട്ടിയിലെ കാര്യങ്ങൾ ഞങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലാതെ അപ്പോൾ ഞങ്ങൾ പറയേണ്ട കാര്യങ്ങളെ ഞങ്ങൾ നിങ്ങളോട് പറയുള്ളൂ, അതിനപ്പുറത്തായിട്ട് പറയില്ല. എൻ്റെ നിലപാടാണ്. ഞാനിപ്പോൾ DCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് മീഡിയയോട് എന്ത് പറയണം, എന്ത് പറയരുത് എന്ന് വ്യക്തമായ നിലപാടുള്ള ആളാണ് ഞാൻ. ചില നിലപാട് ഇന്നലെ ഞങ്ങൾ കണ്ടല്ലോ, ലഡു വിതരണം ഞാൻ വിലക്കി. കാരണം നമ്മളിപ്പോൾ ഒരു മധുരം കൊടുത്ത് ആഘോഷിക്കണ ഒന്നുമില്ല. അത് പാർട്ടിയിൽ പുനഃസംഘടന എന്ന് പറയുന്നത് സ്വാഭാവികമായൊരു നടപടിയാണ്. ആ നടപടിയുടെ ഭാഗമായി ബഹുമാനായ അപ്പൻചേട്ടൻ ഒഴിഞ്ഞ് എന്നെ പ്രസിഡന്റാക്കി. അതിൽ ആഹ്ലാദിക്കാനോ ലഡു വിതരണത്തിനോ അതിനെന്താ ഉള്ളത്? അങ്ങനത്തെ ഒരു എലമെൻ്റ് അതിലില്ല. അതെൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പാർട്ടിയുടെ ആഭ്യന്തര ഞങ്ങൾ ചർച്ച ചെയ്യും, അത് തീരുമാനിക്കും. അല്ലാതെ മീഡിയയോട് പറയേണ്ട കാര്യങ്ങൾ പറയും. ശരി.